നിർത്തോ. സോഡയാ സാറേ. രാജഗോപാൽ സാറേ, ക്ലബിലേക്കല്ലോ സോഡയാ. ജോണി സർ. സർ അയ്യോ, ചേട്ടാ അടുക്കളയിൽ ആരുമില്ലല്ലോ. എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയിക്കുവാ. എളുപ്പമാവട്ടെ. കഴിക്കേ. വേഗം ഇറങ്ങി വാ. വാ ഇനി വാ. ചെല്ല്, ഇതിലേ പോ. നീ എന്നാടാ ഇവിടുത്തെ സോഡ സപ്ലൈ തുടങ്ങിയത്? എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ? വാടിയുടെ അണ്ണാ, അവളെ അങ്ങ് വിട്ടേക്ക്. വിട്ടു. 2 തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫുള്ളായതാ. 2 താൻ എനിക്കിട്ട് വെച്ചു. ഇനിയും ഞാൻ ഇവിടെ വിടണമല്ലാടോ. പറയുന്ന കേക്ക്. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഡേവിഡ്, തന്നെയും കൂടി ഞാൻ പൊക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നതുകൊണ്ടാ. വട്ടമ്പക്കല്ലേ, എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും. അതിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ചനാവൂ. സ്റ്റോർ റൂമിന്റെ വാല് തുറക്കണം. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെ ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MN മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈയിടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ വിരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും. ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇങ്ങോട്ട് ഇറങ്ങടി, നടക്ക്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി, അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് ഒരു ധൈര്യമില്ല സാർ ചേച്ചി, പേടിയാവുക. ഈ ബൈബിള് വെച്ച് ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും. ചെല്ല്. പോളിന്റെ മകനെ കൊന്നതുകൊണ്ട് ലാഭം ആർക്കാ? ആ വഴിക്കൊന്ന് ആലോചിച്ചേ. ലാഭമെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി രസ്യത്ത് അത് കണ്ണുവച്ചവനായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടവനോ? അത് പ്രതികാരം കൂടാ. ഇരുന്ന കസേരന്ന് പിടിച്ച് പുറത്തോട്ടിട്ടതിന്റെ അരിശം. അതായത് തനിക്ക് കിട്ടാത്തത് നീയും തിന്നണ്ടെന്ന്. അപ്പൊ ഉമ്മച്ചൻ തന്നെ. ബെന്നി പോളിന്റെ കൊലപാതകം തിരക്ക് വേറൊരുത്തം നടക്കുന്നുണ്ടല്ലോ, അവന്റെ ചേട്ടച്ചാര് സേവിച്ചൻ. അവനെ ഒന്ന് കണ്ടാലോ? അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ ഒന്ന് കാണാം. ഒടേ തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ. എന്റെ പിള്ളേരെ മീൻ മാർക്കലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പ് ഉണ്ടോടെ ഇവിടെ നിനക്ക്? ജോസെ, ഗേറ്റ് അടയ്ക്കടാ. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞേച്ച് ഞാനങ്ങ് പോകും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്. എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എൻ്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യും. ഒന്നിൽ ആ പണി നടത്തിയത്, അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. എന്താ? ഞാൻ റെഡി. എന്നാ കേറ്. പാർട്ടി മുറിഞ്ഞ് 4-5 പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെയൊക്കെ മാത്രമാന്നേ MC പോളിന്. ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരിത്തിരുന്ന് ചൊരുകുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ ഉണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്കായിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കുവടക്ക് നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത്. തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായിലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാണെന്ന് ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാം. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്, വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ?
ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നെ തമ്പാന്റെ വീട്ടിക്കാര്യം. എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടകിടക്ക് കാണുന്നത്. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് MC പോൾ മാത്രമാണ്. നീ ഉമ്മച്ചൻ ഇറങ്ങി. എടാ വേ, ആ കൈരളി ടിവിക്കാർ വന്നിരുന്നോ? ഇല്ല. അവരെന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. ആ, അവരാണോ? നീ ഷടയെന്ന് ഒരു വിസ്കി ഇങ്ങട്. ടിവിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ. ഇതെന്നെ ഇത് സേവിച്ചനോ? ഡേവിഡ് അല്ലയോ അത്? എന്നതാ വിശേഷം? സേവിച്ച മോനെ, എനിക്കറിയാമല്ല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചോ എന്നല്ലേ പോലീസ് പറയുന്നേ? എനിക്കൊന്നും അറിയാൻ മേല. എന്റെ കർത്താവേ, ഇല്ലേ, MLA സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. ഇനി തല്ലല്ലേ കുഞ്ഞെ, ഞാൻ ചത്തുപോകും. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായോ? ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും. വിട് സവിച്ച, വിട്. വാ പറയട്ടെ. സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൊണ്ട് തന്നെ ഇനി ഇവിടെ വരത്തരുത്. പട്ടിയെ തൊടലേന്ന് അഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട എന്നെ എടുക്കുക കിടന്നുറങ്ങുവാണോ? ഇങ്ങോട്ട് നിറഞ്ഞു മാടി കുരിശേ. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന? അയ്യോ, ഒരു മറയില്ലാത്തോണ്ട്. ഓ, മറ ഇവിടെ പാല് കാണാനടി. ആ വെട്ടിറോഡ് ശാന്തി ഇടുക്കിക്കാർ ലേസമയൊക്കെ വെറും തോർത്തും കൊണ്ട് കൊടുത്തോണ്ടാ കുളി മേളമൊക്കെ. പോയി കുളിക്കാൻ നോക്കടി. ഇവളുമാര് നേരെ ചൊവ്വയൊന്ന് കാണിക്കുകയില്ലാന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? സമ്മതിക്കുകയല്ല. ആരാ? ആ വാതലങ്ങ് ചാരിയര്. അലക്കുകല്ലിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തന്നേ വരാവൂ. സടയെന്നങ്ങ് പണി തീർത്തോണം. രൂപ 50,000 വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിലങ്ങ് എത്തും. എന്നാ 50,000? അത്രയും ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ എത്ര എടുത്ത്? ഇതൊരു 10 മിനിറ്റത്തെ കാര്യമല്ലേ. എന്നാ ശരി സാർ. എന്നാ പോ. ഇതില് ആനിയുടെ കസിന ഒന്ന് കാണണം. ഹലോ ഡേവിഡ്.
ഇതിപ്പോ പോലീസും കേസും പൊല്ലാപ്പൊക്കെ ഉള്ളതുകൊണ്ടാ. ഇല്ലായിരുന്നേ നല്ല ഹോസ്പിറ്റലിൽ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയേനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഷീസ് ഓൾ റൈറ്റ്. 4 സ്റ്റിച്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് സ്കാൻ ഞാൻ പുറത്തോട്ട് ചെയ്യിച്ചു. നത്തിങ് ടു വറി. സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ. ചന്ദ്രപിള്ള, ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി, ആ തലപൊട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായേ? ചുമ്മാ ചളിക്ക് താഴെ വീണതാന്നോ അല്ലെ ആരെങ്കിലും തള്ളി താഴെ ഇട്ടതാന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ. ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ. അത് കാണാൻ വർക്കത്തുള്ള കൊച്ചല്ലയോ. അവളുമാര് മറ്റതാ. ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശമശയിലാ താഴെ വീണ് തല പൊളിഞ്ഞത്. അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ടാ ചളിക്ക് വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത്. ഈ ടി വിക്കാരെ കൊണ്ട് വലിയ ശല്യം വന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ. എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു? ഡോർ തുറക്കൂ. വാട്ട് ഡു യു വാണ്ട്? സാറേ, സെഷൻസ് കോർട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. സാർ അത് അനുവദിച്ചു തരണം. തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത്. സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് പറയവാ. ഈ കോട്ടയം നസ്രാണിക്കൊരു പ്രത്യേകത ഉണ്ട്. മുങ്ങിച്ചാവുമ്പോ കയറി പിടിച്ച കാലെ കൂടെ പൊങ്ങിയോ മേലെ വരും, അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടങ്ങ് താഴും. 10 പൈസ ഞാൻ കൈക്കൂലി തരികയല്ല. അത് തെറ്റാ സാറേ. ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക. പട്ട് സാർ അത് ചെയ്യണം. ചെയ്യും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. വരുത്തരുത്, റിക്വസ്റ്റാ. നിന്റെ അമ്മച്ചി കണകുണാന്ന് പറയും. അത് ഞാൻ മാനേജ് ചെയ്യാം. ഇയാൾ പോക്കോ. ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്. നിന്റെ അപ്പച്ചന്റെ വീടാ. നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ. സാറാ, മമ്മി, ആനി കുറച്ചുനാൾ ഇവിടെ കാണും. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ കാലം കഴിയും വരെ ഞാൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പെണ്ണുമ്പിള്ള കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞാന്നേ. ഇവൾക്കും കൂടി അവകാശമുള്ള വീടായത്. ഉവ്വേ, അത് ഏത് വകുപ്പിലാന്നാവോ ഞാനറിയാത്ത ഒരു അവകാശം. ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത്. അകത്തോട്ട് കയറ്റില്ലെന്ന് വാശിയാണെങ്കിൽ കൂടെ ഞാനും ഉറങ്ങും. വേണ്ടാടി, നീ ഇവിടെ തന്നെ നിന്നു. നിനക്കിഷ്ടമുള്ള ആരെയെന്ന് വെച്ച് ഇവിടെ പാർപ്പിച്ചോ. ഞാൻ പോയേക്കാം. അത് നന്നാവും. കൊച്ചമണി ആന്റി എവിടെയെങ്കിലും പോയി കുറച്ചു ദിവസം ധ്യാനത്തിൻ്റെ. പിള്ളേർ രണ്ടും കൂടെ ഇവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ. സാറാ, ഇതുപോലുള്ളവരെ വിളിച്ചോണ്ട് വന്ന് എന്റെ വീടിന്റെ നടയിൽ നിന്ന് എന്നോട് വേണ്ടാതിനം പറയിക്കുന്നത് എനിക്ക് നല്ലതിനല്ല. അമ്മച്ചി, ഞാനൊരു വേണ്ടാതിനോ പറഞ്ഞില്ലേ? നിങ്ങളായിട്ട് പറയിപ്പിക്കായിരുന്നാ മതി. സാറാ, എന്ത് വേണം? ഒരായുസ് മുഴുവൻ ഇവിടെ താമസിപ്പിക്കാൻ എന്റെ വീടല്ല, വീടുകളുണ്ട് കോട്ടേന്റെ പണി. ഡേവിഡ് പോയിക്കോ. ഇവൾ എന്റെ കൂടെ തന്നെ കാണും. ഇനി മമ്മി ഇറക്കി വിടുകയാണെ ഞാൻ വിളിച്ചു പറയാം. 2 സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം. അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിഡിന്റെ വീട്ടിലേക്ക് പോവാം. അത് ഏറ്റു സുഖം. വണ്ടി എടുക്കാം. ഓ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഉമ്മച്ചൻ വിചാരിച്ചാലും ചിലതെല്ലാം നടക്കണ്ടേക്ക്. നടന്നാ ഉമ്മച്ചന് കൊള്ളാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, MC പോളിന്റെ മൂത്ത മോൻ. ഞാൻ കൈവരിൽ നിന്ന് വിളിച്ച ചെറുക്കൻ തൊടലും പൊട്ടിച്ചിഞ്ഞ് വരും. വിളിക്കണ്ട, ട്രെയിനറില്ലാതെ വളർന്ന ഡോബർമാനാ. ഞാനൊരു തുമ്പും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് വെച്ച ഒരു ഇൻഫർമേഷൻ അതി പിടിച്ച് DK കേറിക്കോണം. താൻ പറയണോ? ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവ് പുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന.
എന്ന് വെച്ചാൽ പൂജപ്പുരയിൽ നിന്നും പരോളിൽ ഇറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ഇടപാടായത്. അവനെ ആരിറക്കി, ആര് പറഞ്ഞിട്ടാ ഇടപെട്ടത് എന്നൊന്നും എനിക്കറിയാൻ മേല. സുഖോ എന്നാ ചെയ്യാ? എടാ നീ അന്നൊരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ, പരോള് തീരുന്നതിന് മുമ്പ് ജയിലിലോട്ട് പോയെ. എടാ അപ്പൻ ഏതാണ്ട് മരുന്ന് കൊടുക്കാണെന്ന് പറഞ്ഞ് നീ അവന്റെ വീട്ടിൽ പോയി. ചുണ്ടൻ ബൈജു, കെയർ ഓഫ് പൂജപ്പുര സെൻട്രൽ ജയിൽ. ഒരു ഊഹവാ, എന്നാലും സുഖമാണോടാ? അപ്പനും മോനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം. രാജീവൻ സാറ്, ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്. വരൂ, തുറക്കണു. വാ. ദേ, അവനാ നീ അന്വേഷിച്ച ആള്. ഇവനാന്നോ ചുണ്ടൻ ബൈജു? അതെ. ഇത്തവണ പരോള് കഴിഞ്ഞ് വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടെ ഉണ്ട്. ഇവനൊന്ന് പുറത്തു കിട്ടണമല്ലോ. ഇനിയൊരു പരോൾ അനുവദിച്ച് കിട്ടാൻ മിനിമം 1 വർഷം എടുക്കത്തില്ലയോ? എപ്പോ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി. ആ വഴിക്കൊന്ന് നോക്കാം. ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ ഞാനെന്ന് സ്വാമിക്കറിയാലോ. എല്ലാം അറിയാം. ഒരു കാര്യത്തിനും തന്നെ വന്നു കണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. കൊടുക്കൂ. അതെ, പറയൂ. ഔട്ട് ഓഫ് ദ വേ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ശരി, ഞാനുടനെ ഫാക്സ് ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. വിളിച്ചത് ജയിൽ സൂപ്രണ്ടാ. അത് നടന്നു കഴിഞ്ഞു സ്വാമി. താങ്ക് യു. ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താടോ CM-ന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ? എന്നാ പറയാനാ സാറേ, അകത്തോട്ട് കയറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെയല്ലയോ? ചെല്ല് ചെല്ല്. ആളിയാ അളിയാ, കോട്ടയത്തിനാണെങ്കിൽ കേറിക്കോ. എപ്പ കയറിയെന്ന് ചോദിച്ചാ മതി. നീ എന്നതാ ഇവിടെ? ഇച്ചായന്റെ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്നാ. കൈമനക്കടത്തിന് കേസാ. ഒന്ന് വായ തുറന്ന് കരയണ പോലില്ല പുല്ലൻ. ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം. ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോളി ഞാൻ ഒപ്പിച്ചേ. അത് നിന്റെ വായനാണ്ട് കാര്യം കേൾക്കാനാ. ബെന്നി പോളിനെ കൊന്നത് നീയാണോന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം. പറടാ. പറയാം, ഞാൻ തന്നെ പറയാം.